Hi everyone, I'm Jobial Alex. ഞാൻ IIT ഗുവാഹട്ടിയിൽ ഹിസ്റ്ററിയിൽ PhD ചെയ്യുകയാണ്. ഞാൻ ഡൽഹിയിൽ സെയിന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്നാണ് ബാച്ചിലേഴ്സ് കഴിഞ്ഞത്, ഹിസ്റ്ററി ഓണേഴ്സ്. അതിനുശേഷം ഞാൻ ജവഹർലാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹിസ്റ്ററിയിൽ തന്നെ മാസ്റ്റേഴ്സ് ചെയ്തു. അപ്പോൾ എൻ്റെ ലൈഫിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്കൂൾ ലൈഫ് തൊട്ട് തുടങ്ങാം. ഞാൻ ഹൈസ്കൂൾ 9th ആയപ്പോൾ തന്നെ എനിക്ക് ഏകദേശം എൻ്റെ ലൈഫിൽ ഹയർ സ്റ്റഡീസിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു റഫ് ഐഡിയ മനസ്സിലുണ്ടായിരുന്നു. 9th ആയപ്പോൾ മനസ്സിലായി ഇനി സയൻസും മാത്സും ഒന്നും പഠിച്ചിട്ട് വലിയ കാര്യമില്ല. എനിക്ക് അതുകൊണ്ട് ഹ്യൂമാനിറ്റീസ് +1 ഹ്യൂമാനിറ്റീസ് എടുക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് 9th 10th ഒക്കെ ആയപ്പോൾ എത്തി. പക്ഷെ എങ്കിലും നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ഹ്യൂമാനിറ്റീസിനോടും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന സ്റ്റുഡൻസിനോടുമുള്ള സ്റ്റിഗ്മയെ കുറിച്ച് നമുക്കെല്ലാം അറിയാവുന്നതാണ്. പക്ഷെ എന്റെ കേസിൽ എനിക്കൊരു ബ്ലെസ്സിങ് ആയിരുന്നു വെച്ചാൽ എൻ്റെ പേരൻസ് നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഞാൻ 10th ആയപ്പോൾ ഞാൻ എൻ്റെ പേരൻസിനോട് പറഞ്ഞു എനിക്ക് ഹ്യൂമാനിറ്റീസ് പഠിക്കാനാണ് താല്പര്യം. അപ്പോൾ പേരൻസ് പറഞ്ഞു സയൻസ് ആണെങ്കിൽ +2 സയൻസ് എടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം പിന്നെ കുറെ ഡൈവേഴ്സ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ നമ്മുടെ പാത്ത് കുറച്ചും കൂടെ നാരോ ആകും. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് യുവർ ലൈഫ്, യുവർ ചോയ്സ്. പിന്നെ പപ്പ എന്നോട് പറഞ്ഞു ഏത് ഫീൽഡ് തിരഞ്ഞെടുക്കുന്നോ അതിൽ യു വിൽ ഹാവ് ടു ബി ദ ബെസ്റ്റ്. ആ ഒരു കണ്ടീഷനെ അന്നും ഇന്നും എൻ്റെ പേരൻസ് എന്നോട് പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ 10th എനിക്ക് ഫുൾ A1 ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഐ ഓപ്റ്റഡ് ഫോർ ഹ്യൂമാനിറ്റീസ്. അപ്പോ അങ്ങനെ ഹ്യൂമാനിറ്റീസ് എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടുകാരിൽ നിന്നും അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നുമൊക്കെ പലതരത്തിലുള്ള കമന്റ്സും നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് എനിക്ക് മുൻപേ ഈ മൈ ജേർണി ഈ സീരീസിൽ നിങ്ങളുമായിട്ട് അനുഭവം പങ്കുവെച്ച പലരും അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ കേസിൽ അതുപോലെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ എങ്കിലും എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് വളരെ നല്ല രീതിയിൽ 11th 12th നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. എൻ്റെ സ്കൂളിൽ എനിക്ക് വളരെ നല്ലൊരു റിസപ്ഷൻ ആയിരുന്നു കിട്ടിയത്. 11th and 12th. കാരണം ഹ്യൂമാനിറ്റീസ് എടുത്തത് കാരണം ടീച്ചേഴ്സിനെല്ലാം വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ട്യൂഷനോ വേറെ ഒന്നിന്റെയും ആവശ്യം വന്നില്ല. അല്ലാതെ ഞാൻ 12th വരെയും ട്യൂഷൻ ഒന്നും ഇല്ലാതെയായിരുന്നു പഠിച്ചത്. അപ്പോ എനിക്ക് 12th ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു, കേരള ബോർഡായിരുന്നു. അതിനുശേഷം ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്തു. ഡൽഹി യൂണിവേഴ്സിറ്റി സെയിന്റ് സ്റ്റീഫൻസ് കോളേജിലേക്ക് അപ്ലൈ ചെയ്തു. ഈ ഡൽഹി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഡൽഹിയിൽ പഠിക്കണം എന്നുള്ള അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ഒരു ഹിസ്റ്ററി ട്രേസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഞാൻ ഹൈസ്കൂളിൽ 8th പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്കറിയാം, നമ്മുടെ മലയാളം ന്യൂസ് പേപ്പറുകളിലൊക്കെ ഇടയ്ക്കൊക്കെ ഈ ഡൽഹിയിലെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് ഇടയ്ക്കൊക്കെ ചില ഫീച്ചേഴ്സ് വരാനുള്ളതാണ്. അപ്പൊ അങ്ങനെ പത്രത്തിലൊരിക്കൽ അങ്ങനെ ഒരു ഫീച്ചർ വന്നപ്പോൾ എൻ്റെ പപ്പ എന്നോട് പറഞ്ഞു, ഇപ്പോൾ നീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും ഡൽഹിയിൽ പോയി പഠിക്കണം, സെയിന്റ് സ്റ്റീഫൻസ് കോളേജോ ഡൽഹി യൂണിവേഴ്സിറ്റി അതുപോലെ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോയി പഠിക്കണമെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ലായിരുന്നു. പക്ഷെ എങ്കിലും 8th കഴിഞ്ഞു, പിന്നെ 10th 11th 12th ആയപ്പോഴേക്കും എനിക്ക് ഡൽഹിയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചൊക്കെ അത്യാവശ്യം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. കാരണം ഇന്റർനെറ്റ് വഴി അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഇൻഫർമേഷൻസ് ഒക്കെ ഗ്യാദർ ചെയ്യാൻ പറ്റി. പക്ഷെ എങ്കിലും എനിക്ക് ആരുടെയും കോണ്ടാക്ട്സ് ഇല്ലായിരുന്നു. ഇപ്പോൾ സ്റ്റീഫൻസിലാണെങ്കിലും ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന്റെ ആരുടെയും കോണ്ടാക്ട്സ് ഇല്ലായിരുന്നു. ഞങ്ങളുടെ നാട്ടിലൊന്നും ആർക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. സെയിന്റ് സ്റ്റീഫൻസ് കോളേജിനെ കുറിച്ചാണെങ്കിലും ഡൽഹി യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണെങ്കിലും ഒന്നും ഞങ്ങളുടെ നാട്ടിലൊന്നും ആളുകൾക്കൊന്നും അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. അങ്ങനെ കുറേയേറെ കഷ്ടപ്പെട്ടാണ് പലരോടും തിരക്കി അവസാനം കോട്ടയത്തും ആലപ്പുഴയിലും ഒക്കെയുള്ള പലരോടും തിരക്കി അവസാനം എനിക്കൊരു കോണ്ടാക്ട് കിട്ടി സ്റ്റീഫൻസിൽ നിന്ന്. അങ്ങനെ ആ സ്റ്റുഡന്റിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ 12th കഴിഞ്ഞ് റിസൾട്ട് വന്നു, എനിക്ക് ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ അപ്ലൈ ചെയ്തു. എങ്കിലും എനിക്ക് ഡൽഹി തന്നെയായിരുന്നു എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ സെയിന്റ് സ്റ്റീഫൻസ് കോളേജിലാണെങ്കിൽ ഇന്റർവ്യൂ ഉണ്ട്. മറ്റ് ഡൽഹി യൂണിവേഴ്സിറ്റി കോളേജുകളിലാണെങ്കിൽ 12th മാർക്ക് മാത്രം ബേസ് ചെയ്താണ് അവിടുത്തെ അഡ്മിഷൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫാമിലി ആയിട്ട് ആദ്യമായിട്ട് ഡൽഹിയിലോട്ട് പോവുകയാണ്. എൻ്റെ ഫാമിലിയിൽ നിന്ന് ആരും ഡൽഹിയിലോട്ട് പോയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ 4 പേരുമായിട്ട് ഡൽഹിയിൽ പോകുന്നു. സ്റ്റീഫൻസിന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. സോ അങ്ങനെ ഞങ്ങൾ 4 പേരും ഫാമിലി ആയിട്ട് ആദ്യമായി ഡൽഹിയിലോട്ട് പോകുന്നു. സ്റ്റീഫൻസിന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു.
അടുത്ത ദിവസം തന്നെ റിസൾട്ട് വന്നു. സ്റ്റീഫൻസിൽ അഡ്മിഷൻ കിട്ടി. ഞങ്ങൾക്കെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ സ്റ്റീഫൻസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ 11th 12th പഠിച്ചത് നാട്ടിൻപുറത്ത് കാട്ടാക്കടയിലുള്ള ഒരു ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിലായിരുന്നു, PR വില്യം ഹയർ സെക്കൻഡറി സ്കൂളിൽ. അപ്പോൾ അവിടുന്ന് ഡൽഹിയിലെ സെയിന്റ് സ്റ്റീഫൻസിലേക്കുള്ള ദൂരം എന്ന് പറയുമ്പോൾ ആ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് മാത്രമല്ല, ആ ഒരു ഗ്യാപ്പ്, ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു വളരെ വലുതായിരുന്നു. നമുക്ക് ആർക്കായാലും ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പക്ഷെ സ്റ്റീഫൻസിലെ ആ ഒരു 3 years എന്റെ ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു. സ്റ്റീഫൻസിലെ ആ ഒരു എക്സ്പോഷർ, ഈ എക്സ്പോഷർ എന്നുള്ള വാക്ക് എല്ലാവരും പറയുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാവരും ഈ എക്സ്പോഷർ എന്നുള്ള വാക്ക് വളരെയധികം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. സോ ഇപ്പോൾ സ്റ്റീഫൻസിൽ എന്ന് പറയുമ്പോൾ ഡൈവേഴ്സ് സോഷ്യോ ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ് എന്ന് പറയുന്ന കുറേയേറെ സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട്. ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല, ഈവൻ ഫോറിൻ എക്സ്ചേഞ്ച് സ്റ്റുഡൻസ് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോ ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ ഈ ഒരു ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റിയിലോട്ട് ഞാൻ എക്സ്പോസ്ഡ് ആവുകയായിരുന്നു. അങ്ങനെ ആ ഒരു 3 years അത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ആ 3 years കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഹിസ്റ്ററി ഓണേഴ്സ് ആണ് സ്റ്റീഫൻസ് ചെയ്തത്. അതിനുശേഷം എന്റെ മനസ്സിൽ എന്റെ പാത്ത് ക്ലിയർ ആയിരുന്നു, അടുത്തിനി JNU മാസ്റ്റേഴ്സ് ചെയ്യുക. അത് ഡൽഹിയിലെ ഹിസ്റ്ററി ഓണേഴ്സ് ചെയ്യുന്ന ഒരുവിധപ്പെട്ട എല്ലാവരുടെയും ഒരു ഗോൾ അത് തന്നെയായിരിക്കും. JNU ഹിസ്റ്ററിയിൽ MA ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കും. അങ്ങനെ JNU MAക്ക് എൻട്രൻസ് ആണ്. JNU സെന്റർ ഫോർ ഹിസ്റ്ററിക്കൽ സ്റ്റഡീസ്, ദാറ്റ് ഈസ് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ 3 കോഴ്സസ് ഉണ്ട്: ഏൻഷ്യൻ, മിഡീവൽ ആൻഡ് മോഡേൺ ഹിസ്റ്ററി. എൻട്രൻസ് കോമൺ എൻട്രൻസ് ആണ്. അപ്പോൾ ഞാൻ എൻട്രൻസ് JNU എൻട്രൻസ് എഴുതി. JNU മാത്രമല്ല, JNU, ഡൽഹി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ഇവിടങ്ങളിലെല്ലാം അപ്ലൈ ചെയ്തു. എനിക്കിവിടെ എല്ലാ അഡ്മിഷനും കിട്ടി. JNU തന്നെയായിരുന്നു ഫസ്റ്റ് ഓപ്ഷൻ. അങ്ങനെ ഞാൻ JNU മാസ്റ്റേഴ്സിന് ജോയിൻ ചെയ്തു. അത് 2019 2020 മാർച്ചിൽ എന്ത് സംഭവിച്ചെന്ന് നമുക്കെല്ലാം അറിയാം. കോവിഡ് വന്നു, ലോക്ക്ഡൌൺ വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് JNU അധികകാലം നിൽക്കാൻ പറ്റിയില്ല. തിരിച്ച് വീട്ടിൽ വരേണ്ടി വന്നു. പിന്നെയുള്ള എന്റെ 3 സെമസ്റ്റേഴ്സും ഓൺലൈൻ ആയിട്ടായിരുന്നു കഴിഞ്ഞത്. പക്ഷെ എങ്കിലും എനിക്ക് JNU ആ ഒരു എക്സ്പോഷർ അത്രയും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ജസ്റ്റ് ഒരു 1 സെമസ്റ്റർ പിന്നെ കുറച്ചും കൂടി അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എങ്കിലും അക്കാഡമിക്കലി അല്ലെങ്കിൽ ഇന്റലക്ച്വലി നോക്കുകയാണെങ്കിൽ ആ ഒരു 2 years എന്റെ ജീവിതത്തിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിരുന്നു. പിന്നെ എനിക്ക് ക്യാമ്പസിൽ നിൽക്കാൻ പറ്റിയില്ലെങ്കിലും തിരിച്ച് വീട്ടിൽ വരേണ്ടി വന്നെങ്കിലും എനിക്ക് ആ ഒരു സമയത്ത് JRF പ്രിപ്പയർ ചെയ്യാൻ പറ്റി. അങ്ങനെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് UGC JRF ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞു. JRF കുറിച്ച് പലരും എന്നോട് ചോദിക്കാറുണ്ട്, കോച്ചിങ്ങിന്റെ ആവശ്യമുണ്ടോ, എങ്ങനെയാണെന്ന്. ഞാൻ എന്നോട് ചോദിക്കുന്നവരോടെല്ലാം പറയും, കോച്ചിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് തനിയെ പ്രിപ്പയർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പേപ്പർ 1 ആണെങ്കിലും പേപ്പർ 2 ആണെങ്കിലും. പിന്നെ നമുക്കിപ്പോ ധാരാളം ഓൺലൈൻ റിസോഴ്സ് ഉണ്ട്. ഇപ്പൊ യൂട്യൂബിലാണെങ്കിലും അല്ലാതെ വളരെയധികം ഓൺലൈൻ റിസോഴ്സ് ഉണ്ട് JRF വേണ്ടി. അങ്ങനെ MA 2 വർഷം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. 2021 ഞാൻ MA പാസ് ഔട്ട് ആയത്. അപ്പൊ ആ സമയത്ത് ഫൈനൽ സെമസ്റ്റർ ഒക്കെ ആയപ്പോൾ തന്നെ ഞാൻ റീസെർച്ചിനെ കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങി. എൻവയോൺമെന്റൽ ഹിസ്റ്ററിയിൽ റിസർച്ച് ചെയ്യാനായിരുന്നു എന്റെ താല്പര്യം. ഇപ്പോഴും അതിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഈ ഫീൽഡിൽ ഉള്ള സ്കോളേഴ്സിനെ, പ്രഗത്ഭരായ സ്കോളേഴ്സിന്റെ പ്രൊഫൈൽ നോക്കി. അപ്പോൾ IIT ഗുവാഹട്ടിയിൽ പ്രൊഫസർ അരൂപ്ജ്യോതി സൈക്കിയ, അദ്ദേഹമാണ് ഇപ്പോ ഈ ഫീൽഡിലുള്ളതിൽ അറിയപ്പെടുന്ന ഒരു സ്കോളറാണ്. അങ്ങനെ ഞാൻ IIT ഗുവാഹട്ടിയിൽ PhD അപ്ലൈ ചെയ്തു. ഈ IITയിലെ HSS ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് വളരെ കുറച്ച് പേർക്ക് മാത്രമേ അറിയാവുള്ളൂ. ഒരുപക്ഷെ IIT മദ്രാസിനെ കുറിച്ച് അറിയാതിരിക്കാം. എന്നാൽ IIT ബോംബെ, ഡൽഹി, ഗുവാഹട്ടി അല്ലെങ്കിൽ IIT ഗാന്ധിനഗർ, ഇതിനെക്കുറിച്ചൊക്കെ, ഈ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് വളരെ കുറച്ച് പേർക്ക് മാത്രമേ അറിയാവുള്ളൂ. പക്ഷേ HSS ഡിപ്പാർട്ട്മെന്റ് ആസ് കമ്പയർഡ് ടു JNU or DU, ഇവിടുത്തെ ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെന്റ് വളരെ ഫാക്കൽറ്റി വളരെ എണ്ണത്തിൽ കുറവായിരിക്കുമെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ഫാക്കൽറ്റിയാണ് ഈ IIT ഡിപ്പാർട്ട്മെന്റ്സിലുള്ളത്. പിന്നെ IITയിൽ റീസെർച്ച് ചെയ്യുന്നതിന്റെ മെറിറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ദ മെറ്റീരിയൽ ബെനിഫിറ്റ്സ്. JRF ഇല്ലാത്തവർക്കാണെങ്കിലും IITs ഫെലോഷിപ്പ് നൽകുന്നുണ്ട്. ഇപ്പൊ JNU DU ആണെങ്കിൽ JRF ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 31,000 ഫെലോഷിപ്പ് ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ എമൗണ്ട് കുറവായിരിക്കും. JNU ആണെങ്കിൽ 8,000 പെർ മന്ത്.
എന്നാൽ IIT-കളിലാണെങ്കിൽ നെറ്റ് ക്വാളിഫൈഡ് അല്ലെങ്കിൽ ഗേറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ PhD കാൻഡിഡേറ്റ്സിനും 31,000 പെർ മന്ത് ടീച്ചിങ് അസിസ്റ്റന്റ്ഷിപ്പ് IITs പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഐസേഴ്സും അതുപോലെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ലൈക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇപ്പോൾ ആസ് കമ്പയർഡ് ടു സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, JNU അല്ലെങ്കിൽ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി പോലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ IITസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒക്കെ വളരെ നല്ലതാണ്. അങ്ങനെ ഞാൻ MA ഫൈനൽ സെമസ്റ്റർ ആയപ്പോഴാണ് ഞാൻ IIT-യിൽ അപ്ലൈ ചെയ്യുന്നത്. IIT ഗുവാഹട്ടിയിൽ അപ്ലൈ ചെയ്തു. പൊതുവെ IIT-കളിലെ PhD HSS ഡിപ്പാർട്ട്മെന്റിലെ PhD-യിലോട്ടുള്ള പ്രവേശനം എന്ന് പറയുന്നത് എൻട്രൻസും ഇന്റർവ്യൂവും ബേസ് ചെയ്താണ്. അപ്പോൾ ഞങ്ങളുടെ സമയത്ത് കോവിഡ് ടൈം ആയതുകൊണ്ട് തന്നെ ഇന്റർവ്യൂ ഓൺലൈൻ ആയിരുന്നു. ചില IITസിൽ എൻട്രൻസ് ഉണ്ടായിരുന്നു ഓൺലൈനായിട്ട്. പക്ഷെ IIT ഗുവാഹട്ടിയിൽ എൻട്രൻസ് ഇല്ലായിരുന്നു. നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ്, നെറ്റ് അല്ലെങ്കിൽ ഗേറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഡയറക്റ്റ് ഇന്റർവ്യൂവിന് വിളിക്കുകയായിരുന്നു. May 21 തന്നെ ഞങ്ങളുടെ ഇന്റർവ്യൂ IIT ഗുവാഹട്ടിയുടെ മറ്റു മിക്കവാറും IITസിന്റെയും ഐസറുകളുടെയും ഇന്റർവ്യൂ എല്ലാം May, June ആ ഒരു പീരീഡിൽ തന്നെ കഴിഞ്ഞു. ഞങ്ങൾക്ക് ക്ലാസ് വളരെ നേരത്തെ തന്നെ തുടങ്ങി. July 21 തന്നെ ഞങ്ങൾക്ക് PhD-യുടെ ക്ലാസ് തുടങ്ങി. അങ്ങനെ ഞാൻ ഇപ്പോൾ IIT ഗുവാഹട്ടിയിൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാനിപ്പോൾ IIT ഗുവാഹട്ടിയിൽ PhD സെക്കൻഡ് സെമസ്റ്റർ ചെയ്യുകയാണ്. കോഴ്സ് വർക്ക് നടക്കുന്നു. Yeah, that's all about my journey. I would like to thank Prepwise for giving me this opportunity, and all the best to everyone.